Good afternoon. Good afternoon, Miss. Okay. തുടങ്ങാം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അക്ഷയ, ജിഷ്ണ. ഓക്കെ, അരവിന്ദ്, ശരണ്യ, ക്യാമിന. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹൗ ടു നെഗോഷിയേറ്റ് എ വിൻ-വിൻ സിറ്റുവേഷൻ അല്ലെ? അവിടെ വരെ ജസ്റ്റ് അതിന്റെ ഫസ്റ്റ് പോയിന്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അവിടെ നിന്നിട്ട് നമുക്ക് നോക്കാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വിൻ-വിൻ സിറ്റുവേഷൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അതായത് ഒരു നെഗോഷിയേഷനിൽ ഏർപ്പെടുന്ന ഇരു കക്ഷികൾക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഔട്ട്കം ലഭിക്കുക അല്ലെ? അതാണ് എന്ത് വിൻ-വിൻ സിറ്റുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കും എന്ത് വരുന്നില്ല, നഷ്ടം വരുന്നില്ല. ആ ഒരു നെഗോഷിയേഷനിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആകുന്ന ഒരു സൊല്യൂഷൻ കിട്ടുന്നതിനെയാണ് നമ്മുടെ വിൻ-വിൻ സിറ്റുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നോക്കാം, ഹൗ ടു നെഗോഷിയേറ്റ് എ വിൻ-വിൻ സിറ്റുവേഷൻ. അപ്പൊ അതിനകത്ത് നമുക്കൊരു 7 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. 7 പോയിന്റുകളാണ്. അപ്പോ അത് പഠിക്കുന്ന സമയത്ത് കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടൊന്ന് ചിന്തിക്കണം കേട്ടോ. എന്നാലാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റിമെമ്പർ ദ അതർ പേഴ്സൺസ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് നീഡ്സ് അല്ലെ? നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഓർക്കണം അല്ലെ? അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒരു എംപ്ലോയി അല്ലെ, ഒരു എംപ്ലോയി തന്റെ എംപ്ലോയറിന്റെ അടുത്ത് ഒരു പേ റേസിന് വേണ്ടി ആവശ്യപ്പെടാണ്, ശമ്പള വർധനത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ഈ എംപ്ലോയി ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് നമ്മൾ ആവശ്യപ്പെടുന്ന ആ ഒരു പേ റേസ് തരാനായിട്ട് എംപ്ലോയർക്ക് സാധിക്കുമോ, എംപ്ലോയർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, ബഡ്ജറ്റ് പരിമിതികൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. റിമെമ്പർ ദ അതർ പേഴ്സൺസ് കോൾസ്, അതായത് നമ്മുടെ മറ്റൊരാളുടെ നീഡ്സ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കണം അല്ലെ? അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളൊരു ശമ്പള വർധനവിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് ആ ഒരു ശമ്പളം കൂട്ടിത്തരാനുള്ള ഒരു ബഡ്ജറ്റ് അവർക്കുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ബഡ്ജറ്റ് പരിമിതികൾ അവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കണം. അതുപോലെ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലെ, വെൻ നെഗോഷിയേറ്റ് വിത്ത് എ കോൺട്രാക്ടർ. ഇപ്പൊ നമ്മളൊരു കോൺട്രാക്ടറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, റിമെമ്പർ ദാറ്റ് both their time and resources have value reflected in the payment they receive. അതായത് നമ്മളൊരു കോൺട്രാക്ടറുമായിട്ട് നെഗോഷിയേഷനിൽ ഏർപ്പെടുമ്പോൾ അവര് നമുക്ക് വേണ്ടി തരുന്ന റിസോഴ്സസുകള്, അതുപോലെ മറ്റുള്ള എന്താ പറയാ അവരുടെ ടൈം, അതിനുള്ള ഒരു വാല്യൂ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കണക്കാക്കണം അല്ലെ? കാര്യം അവര് നമുക്ക് നല്ലൊരു സേവനം തരാനായിട്ട് അവർ എന്തൊക്കെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, എത്ര ടൈം അവർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് അതായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ തൊട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. സെക്കൻഡ് പോയിന്റ് ഇതാണ്, ഇവാലുവേറ്റ് യുവർ എക്സ്പെക്ടേഷൻസ്. ഇതാണ് ഇവാലുവേറ്റ് യുവർ എക്സ്പെക്ടേഷൻസ്. അതായത് നിങ്ങളുടെ പ്രതീക്ഷകളെ വിലയിരുത്തുകയും അത് ന്യായമാണോ എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യാം. മനസ്സിലാക്കുക കേട്ടോ. എന്താണ് ഇവാലുവേറ്റ് യുവർ എക്സ്പെക്ടേഷൻസ്? അതായത് നിങ്ങളുടെ പ്രതീക്ഷകളെ അത് വിലയിരുത്തുകയും അത് ന്യായമാണോ, അത് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അത് ന്യായമാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. സിൻസ് എ വിൻ-വിൻ റെസൊല്യൂഷൻ മീൻസ് ദാറ്റ് ബോത്ത് സൈഡ്സ് തിങ്ക് ദ ഔട്ട്കം ഈസ് ബെനിഫിഷ്യൽ, ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു മേക്ക് ഷുവർ ദാറ്റ് വാട്ട് യു എക്സ്പെക്ട് ഫ്രം ദ അതർ പാർട്ടി ഈസ് ഫെയർ ടു ദം. അതായത് നമുക്കറിയാം, ഒരു വിൻ-വിൻ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഉദ്ദേശം എന്താണ്, ഇരു കൂട്ടർക്കും പരസ്പരം അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. എന്തായാലും അങ്ങനെ ആയിരിക്കും അല്ലെ? അതാണ് ഒരു വിൻ-വിൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മളുടെ എക്സ്പെക്ടേഷനെ വിലയിരുത്തി അത് ന്യായമാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് അവിടെ. എങ്കിൽ മാത്രമാണ് അത് എന്തായിട്ട് മാറുള്ളൂ, ഒരു വിൻ-വിൻ സിറ്റുവേഷൻ ആയിട്ട് മാറുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കാം.
If an employee wishes to negotiate a pay raise, it's helpful to remember the work expected of them and evaluate. അതായത് ഇപ്പൊ ഒരു എംപ്ലോയി, ഞാൻ എന്റെ വെച്ച് പറയാം, ഞാനൊരു എംപ്ലോയി ആണ്, ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. ഞാൻ എന്റെ എംപ്ലോയറിന്റെ അടുത്ത് ഒരു പേ റേസിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാണ്, ഒരു ശമ്പള വർധനവിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെടാണ്. ഞാനത് ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ ആവശ്യപ്പെടുന്ന പേ റേസ് അത് ന്യായമാണോ എന്നുള്ളത് ഞാൻ സ്വയം വിലയിരുത്തണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു പേ റേസ് ആവശ്യപ്പെടണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഞാൻ ആ സ്ഥാപനത്തിന് കൊടുക്കണം, അല്ലെ? ഞാൻ ആ സ്ഥാപനത്തിന് അതിനനുസരിച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു പേ റേസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പേ റേസിന് വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എംപ്ലോയറും ചിന്തിക്കും. എംപ്ലോയർ ഇപ്പൊ എന്താ ചിന്തിക്കുക, ഈ പറയുന്ന വ്യക്തി അതിനനുസരിച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മുടെ സ്ഥാപനത്തിന് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങള് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ തക്കവണ്ണുള്ള ആ ഒരു എഫർട്ട് അവര് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എംപ്ലോയറും ചിന്തിക്കും. അതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനെ വിലയിരുത്തുകയും അത് ന്യായമാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഞാൻ നല്ല കോൺട്രിബ്യൂഷൻസ് ഓർഗനൈസേഷന് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിലൊരു എഫർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും എന്തുണ്ട്, എനിക്കൊരു ന്യായമുണ്ട്, അല്ലെ? ഞാൻ ആ പേ റേസ് ചോദിക്കുന്നതിന് ഒരു ന്യായമുണ്ട്, അല്ലെ? അപ്പൊ അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ചിന്തിക്കണം. അതെങ്കിൽ മാത്രമാണ് അതൊരു വിൻ വിൻ സിറ്റുവേഷനിലോട്ട് എത്തുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇഫ് എൻ എംപ്ലോയി വിഷസ് ടു നെഗോഷിയേറ്റ് എ പേ റേസ്, ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു റിമെമ്പർ ദ വർക്ക് എക്സ്പെക്ടഡ് ഓഫ് ദം ആൻഡ് ഇവാലുവേറ്റ്. ഓക്കെ, ഇനി അടുത്തത്, whether the pay reflects the value of that work too. In the contractor example, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കുകയാണ് കേട്ടോ. In the contractor example, whether you expect something beyond their original estimate and make them adjustments. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോൺട്രാക്ടർ എക്സാമ്പിൾ എടുക്കാന്ന് വിചാരിക്കാം. നമ്മളൊരു കോൺട്രാക്ടറുമായിട്ട് കൃത്യമായിട്ടുള്ളൊരു എഗ്രിമെന്റിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട്, അല്ലെ? കൃത്യമായിട്ടുള്ള എല്ലാ എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ എസ്റ്റിമേഷനും ഒക്കെ കഴിഞ്ഞ് അത് കൃത്യമായിട്ടൊരു എഗ്രിമെന്റിൽ എത്തിയിട്ടാണ് നമ്മൾ ആ ഒരു കോൺട്രാക്ടറുമായിട്ട് പ്രോജക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോ നമ്മൾ ആ കോൺട്രാക്ടറിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ആ ഒരു എസ്റ്റിമേഷന്റെ അപ്പുറത്തേക്കാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുന്നത്, അല്ലെ? നമുക്ക് അങ്ങനെയാണോ? അപ്പൊ നമ്മൾ പറയാൻ ഒരു കൃത്യമായിട്ടൊരു എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു അഗ്രിമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ കോൺട്രാക്ടറുമായിട്ട് പ്രോജക്റ്റിൽ ഏർപ്പെടുന്നത്. പക്ഷെ നമ്മള് ആ കോൺട്രാക്റ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. പക്ഷെ ആ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ആ ഒരു അഗ്രിമെന്റിന്റെ എസ്റ്റിമേറ്റിന് അപ്പുറത്തേക്കാണോ എന്നുള്ളത് നമ്മൾ നോക്കി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് കേട്ടോ. അത് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനെ വിലയിരുത്തുകയും അത് ന്യായമാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ആ എഗ്രിമെന്റിന്റെ എസ്റ്റിമേഷൻ അപ്പുറത്തേക്കുള്ള പ്രതീക്ഷകൾ വെച്ച് കോൺട്രാക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് ന്യായം ഉണ്ടോ? ഒരിക്കലും ഇല്ല. ആ എസ്റ്റിമേറ്റ് അനുസരിച്ചായിരിക്കണം, അല്ലെ? അതിനപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനെന്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? ഇതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇവാലുവേറ്റ് യുവർ എക്സ്പെക്ടേഷൻസ്. ഓക്കെ, നിങ്ങളുടെ പ്രതീക്ഷകളെ വിലയിരുത്തുകയും അതുപോലെ അത് ന്യായമാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണോ? നെക്സ്റ്റ് കേട്ടോ, കുറച്ച് സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുന്നോട്ട് എന്നാലേ അത് കിട്ടുള്ളൂ. അടുത്തതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇതാണ് ക്രിയേറ്റ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. ഇതാണ് ക്രിയേറ്റ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഇരു കൂട്ടർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അതായത് ക്രിയേറ്റ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. അതായത് മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ശ്രദ്ധിക്കുക കേട്ടോ. ഇഫ് ദ നെഗോഷിയേഷൻസ് does not seem to include a way of reaching a win-win situation, it's sometimes possible to create a new situation that does. അതായത് ഇപ്പൊ ചില നെഗോഷിയേഷൻസ് നമ്മൾ നടത്തുമ്പോൾ അതൊരിക്കലും ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ ചിലപ്പോൾ കലാശിക്കണമെന്നില്ല, അല്ലെ? ഒരു വിൻ വിൻ സിറ്റുവേഷനിലോട്ട് ചിലപ്പോ എത്തി എന്ന് വരില്ല ചില നെഗോഷിയേഷൻസ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് എത്തിയേണ്ടതായിട്ട് വരും, പുതിയൊരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് വേണ്ടത് ഒരു വിൻ വിൻ സൊല്യൂഷൻ ആണ്. ചിലപ്പോ നമ്മൾ നടത്തുന്ന നെഗോഷിയേഷൻ ഒരിക്കലും ഒരു വിൻ വിൻ സൊല്യൂഷൻ അവസാനിക്കില്ലാതെ വരികയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു സിറ്റുവേഷൻ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം.
ഓക്കെ, അപ്പൊ നോക്കുക, ഇൻ എ ബിസിനസ് നെഗോഷിയേഷൻ ഒരു എക്സാമ്പിളിലൂടെ അത് പറയുന്നുണ്ട് കേട്ടോ. ഇൻ എ ബിസിനസ് നെഗോഷിയേഷൻ ദിസ് ക്യാൻ മീൻ ക്രിയേറ്റിംഗ് എ പാത്ത് ടു പ്രൊമോഷൻ ഫോർ എ ഹാർഡ് വർക്കിംഗ് എംപ്ലോയി who desires more pay that cannot currently fit into the company budget. അതായത് നമ്മൾ ഒരു ബിസിനസ് നെഗോഷിയേഷൻ നടത്താനിരിക്കട്ടെ. അപ്പൊ ഒരു ബിസിനസ് നെഗോഷിയേഷൻ എടുത്ത് ഒരു എംപ്ലോയി, ഞാനൊരു പറയുന്ന എക്സാമ്പിൾ ആണ്, ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ് കേട്ടോ. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, നല്ലോണം എന്താ പറയാ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി. അദ്ദേഹം എന്ത് ചെയ്യാണ്, അതിന്റെ എംപ്ലോയറിനോട് ഒരു പേ റേസിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാണ്, ഒരു ശമ്പള വർധനവിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തില് നമ്മുടെ കമ്പനിക്ക് അവർക്കൊരു ശമ്പളം എന്താണ് വർദ്ധിച്ചു കൊടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ലാതിരിക്കട്ടെ, കമ്പനിക്ക് അതിനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ലാതിരിക്കട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അതൊരിക്കലും ഒരു വിൻ വിൻ സൊല്യൂഷനിൽ അവസാനിക്കില്ല. ശരിയല്ലേ? കാര്യം എംപ്ലോയി ഒരു പേ റൈസ് ആവശ്യപ്പെട്ടു, നിലവിലെ സാഹചര്യത്തില് കമ്പനിക്ക് അതിനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല. അപ്പൊ എന്തായാലും അതൊരു വിൻ വിൻ സൊല്യൂഷനിൽ അവസാനിക്കില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം, പുതിയൊരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ നമുക്കൊരു പുതിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാന്നറിയോ? അതായത് കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് ഈ പറയുന്ന എംപ്ലോയിക്ക് ഒരു പ്രൊമോഷൻ വേണമെങ്കിൽ കൊടുക്കാം. എന്ത് കൊടുക്കാം? ഒരു പ്രൊമോഷൻ കൊടുക്കാം. കുറച്ചുകൂടെ ഒരു സീനിയർ ലീഡർഷിപ്പ് റോളിലോട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ എന്താണ്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെക്കഗ്നീഷൻ ആണ് അല്ലെ, ആ ഒരു എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെക്കഗ്നീഷൻ ആണ്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയിക്ക് ഒരു സംതൃപ്തി അതിന് ലഭിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു എംപ്ലോയിയുടെ നല്ല സേവനത്തിലൂടെ കുറെ കൂടെ നമുക്ക് ബിസിനസ് നന്നാക്കാനായിട്ട് കമ്പനിക്ക് സാധിക്കും. കുറച്ച് കാലയളവിലേക്ക് കമ്പനിക്ക് അവരുടെ ബഡ്ജറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. മനസ്സിലായോ? അപ്പോഴും ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയില്ലേ? ഈ ഒരു സിറ്റുവേഷൻ ആണ്, ശമ്പളം കൂട്ടി കൊടുത്തില്ല, പകരം എന്ത് ചെയ്തു, അവരെ കുറച്ചും കൂടി ഒരു സീനിയർ ലീഡർഷിപ്പ് റോളിലൂടെ അവരെ പ്രൊമോട്ട് ചെയ്തു. അപ്പൊ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ശമ്പള സ്കെയിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും. അതിന് എംപ്ലോയിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടി. അതോടൊപ്പം നമ്മുടെ കമ്പനിക്ക് ഒരു ചെറിയ കാലയളവ് വരെ ആണെങ്കിലും അവരുടെ ബഡ്ജറ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു എംപ്ലോയിയുടെ സേവനം മാക്സിമം ഉപയോഗിക്കാനും കമ്പനിക്ക് സാധിക്കും. അപ്പൊ രണ്ടു കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനല്ലേ അതിന് കിട്ടിയത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്രിയേറ്റ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. സോ ഇതൊന്ന് വായിക്കാം. ഇൻ എ ബിസിനസ് നെഗോഷിയേഷൻ ദിസ് ക്യാൻ മീൻ ക്രിയേറ്റിംഗ് എ പാത്ത് to promotion for a hard-working employee who desires more pay that cannot currently fit into the company budget. This can help you protect the budget in the short term while providing an opportunity to improve the business by giving an excellent employee more responsibility for more than one. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ അവർക്ക് ഒരു കുറച്ചും കൂടെ ഒരു നല്ലൊരു റോളിലോട്ട് അവരെ പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ ബിസിനസ് കുറേയും കൂടി ഇംപ്രൂവ് ചെയ്യാനും കുറച്ച് കാലയളവിലേക്ക് അവരുടെ ബഡ്ജറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കും. അത് ഒരു വിൻ വിൻ സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചല്ലോ. അതാണ് അവിടെ പറയുന്നത്. പുതിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തതാണ് കേട്ടോ. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് റിമെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താണ്? റിമെയിൻ ഒബ്ജക്റ്റീവ്സ്. ദാറ്റ് മീൻസ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താന്ന് നോക്കാം കേട്ടോ. റിമെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥമാണ്, നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങള്, അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷൻസുകൾക്ക് അതിനേക്കാൾ ഉപരി നമ്മള് എവിഡൻസ്, അതായത് നമ്മള് എന്താ പറയാ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ടുകൾക്ക് പ്രാധാന്യം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിമെയിൻ ഒബ്ജക്റ്റീവ്സ്, ഒബ്ജക്റ്റീവ്സുകളിൽ റിമെയിൻ ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ശരിയായ ഫാക്ടുകളിൽ നമ്മൾ എപ്പോഴും നിലകൊള്ളുക. ഒരിക്കലും നമ്മൾ ഒരു വ്യക്തികളുടെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷൻസിനോ അല്ല നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കുക. അതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആക്ച്വൽ ഫാക്ടുകൾക്ക്, ഒബ്ജക്റ്റീവ്സുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റിമെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇനി നോക്കാം. During negotiations, it's best to keep a focus on the objective facts of that specific situation instead of the potential outcome. These facts might feature things such as, അതായത് സാധാരണ നമ്മൾ നെഗോഷിയേഷൻസ് നടത്തുമ്പോൾ
നമ്മൾ ഒബ്ജക്റ്റീവ് ഫാക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതായത് ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാക്റ്റുകൾക്ക്, ദാറ്റ് മീൻസ് നമ്മൾ അവിടെ ഒരു വ്യക്തിയുടെ ഇമോഷൻസിലോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും എംപ്ലോയിയുടെ താല്പര്യങ്ങൾക്കോ ഒന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കില്ല. നമ്മൾ ആ റോള് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, നമുക്ക് നേടിയെടുക്കേണ്ട ഒബ്ജക്റ്റീവ്സുകള് എന്താണ്, അതിന് പ്രാധാന്യം കൊടുക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കുക, these facts might feature in such as, ഏതൊക്കെ ഫാക്ടുകളാവാൻ നോക്കിയേ, the actual work completed and its success. കേട്ടോ, നമുക്ക് എന്താണ് the actual work completed and its success, അതായത് പൂർത്തിയാക്കിയിട്ടുള്ള ആ ഒരു എന്താ പറയാ ആക്ച്വൽ വർക്ക് എന്താണ്, പൂർത്തിയാക്കിയിട്ടുള്ള വർക്ക് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് എന്നതിന് പ്രാധാന്യം ഉണ്ട്. ഓക്കെ, അത് പിന്നെ അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് പേ റേറ്റ്സ്, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ശമ്പള സ്കെയിലുകൾ എത്രയാണ് അതിന് പ്രാധാന്യം കൊടുക്കുക. അല്ലാണ്ട് വ്യക്തികളുടെ താല്പര്യങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പേ റേറ്റ്സ്, നിലവിൽ ആ ഒരു സ്ഥാപനത്തില് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ശമ്പള സ്കെയില് എത്രയൊക്കെയാണ്, എന്തൊക്കെയാണ് അത്. പിന്നെന്താണ് വർക്ക് കംപ്ലീറ്റഡ് ബിയോണ്ട് ദ ഡിസ്ക്രിപ്ഷൻ ഇൻ എംപ്ലോയീസ് ജോബ്. വർക്ക് കംപ്ലീറ്റഡ് ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ ഇൻ എംപ്ലോയീസ് ജോബ്, അതായത് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മളൊരു എംപ്ലോയിക്ക് കൊടുക്കുന്ന അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതാണ് വർക്ക് കംപ്ലീറ്റഡ് ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ ഇൻ എംപ്ലോയീസ് ജോബ്. അതായത് ഒരു എംപ്ലോയിയുടെ നിലവിലുള്ള ജോബിനപ്പുറത്തേക്ക് അവര് പൂർത്തിയാക്കിയിട്ടുള്ള, അവര് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളും എന്തൊക്കെയാണ്. പിന്നെന്താണ് എനി പ്രീവിയസ് എസ്റ്റിമേറ്റ്സ് ഓർ അൺറിട്ടൺ എഗ്രിമെന്റ്സ്, അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള കണക്കും കാര്യങ്ങളും എസ്റ്റിമേറ്റ്സുകൾ എന്തൊക്കെയായിരുന്നു. അതുപോലെ അൺറിട്ടൺ ആയിട്ടുള്ള എഗ്രിമെന്റ്, അതായത് നമ്മൾ ഓറലി കൊടുക്കുന്ന കുറെ എഗ്രിമെന്റ്സ് ഉണ്ടായിരിക്കും. അൺറിട്ടൺ ആയിട്ട് നമ്മൾ രേഖാമൂലം കൊടുക്കുന്നതല്ല, അൺറിട്ടൺ ആയിട്ട് കൊടുക്കുന്ന എഗ്രിമെന്റ്സുകൾ, ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഫാക്റ്റുകൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദീസ് ഫാക്ട്സ് മൈറ്റ് ഫീച്ചർ things such as, എന്തൊക്കെ കാര്യങ്ങൾക്കാണുള്ളത്, ആക്ച്വൽ വർക്ക് കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ്സ് സക്സസ്, അതായത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള, പൂർത്തിയാക്കിയിട്ടുള്ള വർക്ക് എന്താണ്, അതിന്റെ സക്സസ് എത്രത്തോളം ഉണ്ട്. അതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് പേ റേറ്റ് കേട്ടോ, നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ശമ്പള സ്കെയിൽ എത്രയാണ്, ശമ്പള നിരക്ക് എത്രയാണ്. അതുപോലെ തന്നെ ഒരു എംപ്ലോയിയുടെ ജോബിനപ്പുറത്തേക്ക് അവർ ചെയ്തിട്ടുള്ള അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. അതുപോലെ പ്രീവിയസ് എസ്റ്റിമേറ്റ്സ്, മുമ്പ് നടന്നിട്ടുള്ള എസ്റ്റിമേറ്റ്സും അൺറിട്ടൺ ആയിട്ടുള്ള എഗ്രിമെന്റ്സുകൾ, അങ്ങനെയുള്ള ഫാക്റ്റുകൾക്കൊക്കെ പ്രാധാന്യം. ഓക്കെ, ഇനി എന്താണ് കൺസിഡർ വെദർ ദെയർ സൊല്യൂഷൻ ഈസ് നോട്ട് ജസ്റ്റ് ഫെയർ ടു ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ബട്ട് ദാറ്റ് ഇറ്റ്സ് ഫെയർ വെൻ അക്കൗണ്ടിങ് ഫോർ ദ ഒബ്ജക്റ്റീവ് ആൻസർ. അവിടെ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായോ? അതായത് നമ്മൾ ഇതിലൂടെ കണ്ടെത്തുന്ന സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് it is not just fair to the parties. അത് പാർട്ടീസിന് ഒരു പക്ഷേ ഇരു കക്ഷികൾക്ക് ചിലപ്പോൾ ഫെയർ ആയി തോന്നണമെന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ കണ്ടെത്തുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരിക്കലും എന്തല്ല പേഴ്സണൽ ഒപ്പീനിയൻസിനോ അല്ലെങ്കിൽ പേഴ്സണൽ താല്പര്യങ്ങൾക്കോ ഒന്നും, അല്ലെങ്കിൽ പേഴ്സണൽ ഇമോഷൻസിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ ആകെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫാക്റ്റുകൾക്ക് മാത്രമാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അതൊരു പക്ഷേ ഇരു പാർട്ടികൾക്കും ഫെയർ ആവണമെന്നില്ല. എന്നുവെച്ചാൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഫെയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആവണമെന്നില്ല. കാര്യം അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും. അതേസമയം that is fair when accounting for the objective answer. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാൻഡേർഡുകള്, അവരുടെ നോംസ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ അക്കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ, അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കണം, ഫെയർ ആയിരിക്കണം. നമുക്കതാണ് നോക്കാനുള്ളത്. അല്ല, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാണ്ട് പേഴ്സണൽ താല്പര്യങ്ങൾക്കെല്ലാം. അപ്പൊ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡുകൾക്കും നോംസിനും അനുസൃതമായിട്ട് അതൊരു നല്ല സൊല്യൂഷൻ ആയിരിക്കണം എന്ന് മാത്രം. അല്ലാണ്ട് ഇരു കക്ഷികളുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് ഫെയർ ആവണമെന്നില്ല. പക്ഷെ ഓർഗനൈസേഷൻ എപ്പോഴും എന്തായിരിക്കും, അത് ഫെയർ ആയ ഒരു സൊല്യൂഷൻ. ഫെയർ ആയോ പറഞ്ഞത് മനസ്സിലായോ? മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമ്മുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്കൊന്നും അവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ആക്ച്വൽ ഫാക്ടുകൾക്ക്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ടുകൾക്ക് മാത്രമാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അടുത്തത് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഡിറ്റർമിൻ യുവർ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഇതാണ് ഡിറ്റർമിൻ യുവർ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്.
അതായത് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒന്നിലേറെ ആൾട്ടർനേറ്റീവ്സുകൾ നമ്മൾ കണ്ടെത്താം. അതായത് ഒന്നിലേറെ ഓപ്ഷൻസുകൾ നമ്മൾ കണ്ടെത്താം. ഒന്നിലേറെ ഓപ്ഷൻസുകൾ കണ്ടെത്തിയിട്ട് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യാം, തീരുമാനിക്കാം. അതാണ് അവിടെ പറയുന്നത്. എന്താണ് സൊല്യൂഷൻ? ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. അതെ, ലക്ഷ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ലാന്ന് നമ്മൾ പറയുന്നത് അതുപോലെ കേട്ടോ. അതായത് നമ്മൾക്ക് ഒരു നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അത് നേടിയെടുക്കാനായിട്ട് ഒന്നിലേറെ മാർഗങ്ങൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും ഏറ്റവും മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതിന് സമാന്തരമായിട്ട് അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റു പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള എന്താണോ അത് നമ്മൾ തിരഞ്ഞെടുക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിറ്റർമിൻ യുവർ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഇനി അതൊന്ന് വായിക്കാം. ഡ്യൂറിംഗ് ദ നെഗോഷിയേഷൻ പ്രോസസ് കൺസിഡർ creating a list of alternative outcomes that still work well for you. That still work well for you. കേട്ടോ. അതായത് നമ്മളൊരു നെഗോഷിയേഷൻ പ്രോസസ് സമയത്ത് നമ്മൾ ഒരുപാട് ആൾട്ടർനേറ്റീവ് ഔട്ട്കംസുകൾ ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും നമ്മൾക്ക് വർക്ക്ഔട്ട് ആവുന്ന ഓപ്ഷൻ ഏതാണോ അതിനെ നമ്മൾ തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പൊ നോക്കുക, ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ യുവർ മോസ്റ്റ് ഡിസൈറബിൾ ഔട്ട്കം, it's helpful to determine which alternative outcome might have benefits for you. കേട്ടോ, നമുക്ക് ഇപ്പോഴും മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യേണ്ട. നമുക്ക് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഏതാണോ അതിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട. ചിലപ്പോൾ അത് നമുക്ക് കിട്ടിയെന്ന് വരില്ല, എങ്കിൽ കൂടിയും നമുക്ക് അതിന് സമാനമായിട്ടുള്ള മറ്റ് ആൾട്ടർനേറ്റീവ്സ് എടുക്കാം. അതിന് ഏതാണ് നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്, ആ ഒരു മാർഗം നമുക്ക് അവിടെ തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പൊ നോക്കാം, deciding which of these you feel is a positive resolution can give you something to negotiate towards. If it's clear your most desirable resolution is not likely to happen. Okay, by deciding this in advance, you can still feel you have something to win once the optimal outcome is no longer a factor. കേട്ടോ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ചിട്ട് ഒരു വിൻ സൊല്യൂഷനിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു പുതിയൊരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വിചാരിക്കും, ഏതെങ്കിലും ഒരു ജോലി. ആ ജോലിയില് നമുക്ക് നമ്മളുടെ ഒരു സാലറി എന്ന് പറയുന്നത് 80,000 ആണ് വിചാരിക്കും. ഒരു 80,000 രൂപ സാലറി ഉള്ള ഒരു ജോലിയാണ്. ഓക്കെ, ആ ഒരു ജോലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു 80,000 rupees ആണ് നമ്മൾ ആവശ്യപ്പെടുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അത്രയാണെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ അതൊരു പക്ഷെ അതിനു വേണ്ടി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമ്മളുടെ ആവശ്യം അവിടെ അംഗീകരിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള ആൾട്ടർനേറ്റീവ്സ് ചോദിക്കാം, മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. മറ്റുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓപ്റ്റ് ചെയ്യാം. അതായത് വേറൊരു ഓപ്ഷൻസ് ഉണ്ട്, 75,000 രൂപ വരെ സാലറി തരാം, ബാക്കിയുള്ളത് പണം അല്ലാത്ത ആനുകൂല്യങ്ങൾ കൊടുക്കാം. അതായത് നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സോ അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം. അതൊരു ആൾട്ടർനേറ്റീവ് അല്ലേ. അതായത് 75,000 വരെ സാലറി ആയിട്ട് കിടക്കട്ടെ, ബാക്കിയുള്ളത് നോൺ മോണിറ്ററി ആയിട്ടുള്ള മറ്റു പല ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ആ ഒരു രീതിയിലുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 70,000 വരെ നമുക്ക് സാലറി വാങ്ങാം, ബാക്കി നമ്മളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ 6 months കഴിയുമ്പോൾ ശമ്പളം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാലറി കൂട്ടി ചോദിക്കാം. അപ്പൊ അത് വേറൊരു ഓപ്ഷനാണ്. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഒന്നിലേറെ ഓപ്ഷൻസുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യണം. പക്ഷെ അതിന്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കണം, ഒരു വിൻ-വിൻ സിറ്റുവേഷൻ ആയിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഒരു മിനിറ്റ്, അത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. നെക്സ്റ്റ് കേട്ടോ,
അടുത്ത പോയിന്റ് ഇതാണ്, വർക്ക് ടുഗെദർ ടുവേർഡ്സ് എ കോമൺ ഗോൾ. അതാണ് വർക്ക് ടുഗെദർ ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു ലക്ഷ്യത്തിലോട്ട് മുന്നോട്ട് പോവാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു നല്ലൊരു എന്താ പറയാ, നല്ലൊരു മാർഗമാണ് കേട്ടോ. വർക്ക് ടുഗെദർ ടുവേർഡ്സ് എ കോമൺ ഗോൾ, ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇരു കക്ഷികളും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കോമൺ ഗോള് നേടിയെടുക്കാന്നുള്ളതാണ് കേട്ടോ. നോക്കാം. It's sometimes helpful to work together with the other party to determine which outcomes you both want. അതായത് നമ്മൾ പലപ്പോഴും എന്താണ് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും രണ്ടു കൂട്ടർക്കും ആവശ്യങ്ങള്, രണ്ടു കൂട്ടർക്കും നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരുമിച്ച് നമ്മൾ തീരുമാനിക്കാനുള്ളതാണ്. ഓക്കെ, ബൈ ഡൂയിങ് ദിസ്, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നോക്കിയേ, നെഗോഷിയേഷൻസ് ക്യാൻ ഇൻവോൾവ് ഡിറ്റർമിനിങ് വാട്ട് ഇറ്റ് ടേക്സ് ടു മീറ്റ് ബോത്ത് ഗോൾസ്. രണ്ടു കൂട്ടരുടെയും ലക്ഷ്യങ്ങള്, രണ്ടു കൂട്ടരുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിലൂടെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ when working together this way, it's helpful to keep consistent communication about what works, what does not, and why. അതുപോലെ ഇതുപോലെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കും, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു കീപ് കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇരു കൂട്ടർക്കും ഇടയിൽ ഒരു കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷനും അവിടെ സാധ്യമാവും അല്ലെ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇരു കൂട്ടർക്കും ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവിടെ വർക്ക്ഔട്ട് ആക്കാനായിട്ട് പറ്റും അല്ലെ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവും, വർക്ക്ഔട്ട് ആവാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് വർക്ക്ഔട്ട് ആവാത്തത്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ത്രൂ ദിസ് കമ്മ്യൂണിക്കേഷൻ യു ക്യാൻ ഡിറ്റർമിൻ ടുഗെദർ വാട്ട് സ്പെസിഫിക് ടാക്ടിക്സ് വർക്ക് ബെസ്റ്റ് ടു ബ്രിങ് അബൌട്ട് എ മ്യൂച്വലി ബെനിഫിഷ്യൽ സൊല്യൂഷൻ. അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എന്ത് തീരുമാനിക്കാനായിട്ട് സാധിക്കും, എന്ത് ടാക്ടിക്സ് ആണ്, എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള തന്ത്രങ്ങളാണ് മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് എത്താൻ നമ്മളെ സഹായിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ അവിടെ പറയുന്നത് ത്രൂ ദിസ് കമ്മ്യൂണിക്കേഷൻ യു ക്യാൻ ഡിറ്റർമിൻ ടുഗെദർ വാട്ട് സ്പെസിഫിക് ടാക്ടിക്സ് വർക്ക് ബെസ്റ്റ് ടു ബ്രിങ് അബൌട്ട് എ മ്യൂച്വലി ബെനിഫിഷ്യൽ സൊല്യൂഷൻ. ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് എന്ത് ടാക്ടിക്സ്, എന്ത് സ്ട്രാറ്റജീസ് ആണ് കുറെ കൂടെ ഹെൽപ്ഫുൾ ആവുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, ബി ഓണസ്റ്റ് അബൌട്ട് എനി പൊട്ടൻഷ്യൽ ഇഷ്യൂസ്. ഇതാണ് ബി ഓണസ്റ്റ് അബൌട്ട് എനി പൊട്ടൻഷ്യൽ ഇഷ്യൂസ്. എന്ത് ഇഷ്യൂസുകള്, എന്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അതിനെ വളരെ സത്യസന്ധമായിട്ട്, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബി ഓണസ്റ്റ് അബൌട്ട് എനി പൊട്ടൻഷ്യൽ ഇഷ്യൂസ്. നോക്കുക, ഇൻ നെഗോഷിയേഷൻസ് ലൈക്ക് ദിസ് it's helpful to remain honest about the things that conflict with your desired goal. ഇപ്പൊ നമ്മളൊരു നെഗോഷിയേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെ, ഒരു ഡിസ്കഷനിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവാം അല്ലെ. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ കൂടിയും നമ്മൾ അവിടെ ഓണസ്റ്റ് ആയിട്ട് നിലനിൽക്കാവുന്നതാണ്. ഓണസ്റ്റ് ആയിട്ട്, സത്യസന്ധമായിട്ട്, ട്രാൻസ്പാരന്റ് ആയിട്ട് നമ്മൾ റിമെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ലെറ്റ്സ് both parties either work around those potential conflicts or resolve the issues themselves. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരു പാർട്ടികൾക്കും അവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ പൊട്ടൻഷ്യൽ ആയിട്ടുണ്ടാകുന്ന ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട്സുകളെയൊക്കെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാനായിട്ട്, പരിഹരിക്കാനും സാധിക്കും. ഓക്കെ, പിന്നെ എന്താണ്, കൺസിഡർ ഡൂയിങ് ദ സെയിം ഫോർ ദ അതർ പാർട്ടീസ് കോൺഫ്ലിക്ട്സ്. മറ്റു പാർട്ടിയുടെ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുടെ കോൺഫ്ലിക്റ്റ് വരുമ്പോഴും നമ്മൾ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം വരുത്തുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓണസ്റ്റ് ആയിട്ട്, ട്രാൻസ്പാരന്റ് ആയിട്ട് നിൽക്കുന്നത് പോലെ തന്നെ
നമ്മുടെ ഓപ്പോസിറ്റ് വ്യക്തിക്കും ഇതേപോലെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. വളരെ ഓണസ്റ്റ് ആയിട്ട് അതുപോലെ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് തന്നെ നിൽക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോ ഇഫ് ദീസ് ഇഷ്യൂസ് ക്യാൻ ഗെറ്റ് റിസോൾവ്ഡ് ഇറ്റ് മൈറ്റ് ഹെൽപ്പ് യുവർ നെഗോഷിയേഷൻസ് റീച്ച് എ വിൻ സൊല്യൂഷൻ ഫോർ ദിസ്. അപ്പൊ നമുക്ക് ഇത്തരം ഇഷ്യൂസുകൾ റിസോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു നെഗോഷിയേഷനെ ഒരു വിൻ വിൻ സൊല്യൂഷനിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ബി ഓണസ്റ്റ് അബൌട്ട് എനി പൊട്ടൻഷ്യൽ ഇഷ്യൂസ്. ഓക്കെ, ക്ലിയർ ആയോ? 7 പോയിന്റുകൾ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഈ 7 പോയിന്റുകൾ എന്താണ് പറഞ്ഞത്? ഹൗ ടു നെഗോഷിയേറ്റ് എ വിൻ വിൻ സൊല്യൂഷൻ. നമുക്ക് എങ്ങനെ ഒരു വിൻ വിൻ സൊല്യൂഷനിലോട്ട് എത്തിപ്പെടാം, അതിനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന മാർഗങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, എങ്കിലും മനസ്സിലാക്കുക, ഓരോ കൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. 7ാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ബി ഓണസ്റ്റ് അബൌട്ട് എനി പൊട്ടൻഷ്യൽ ഇഷ്യൂസ്. അതായത് നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്ന് വിചാരിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നങ്ങളെ വളരെ സത്യസന്ധമായിട്ട് വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് കൈകാര്യം ചെയ്യും. അത്രയേ ഉള്ളൂ. അതായത് ഓൾറെഡി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്, നമ്മളത് ഇടപെട്ട് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാതെ പകരം നമ്മൾ എന്ത് ചെയ്യാം, എപ്പോഴും സത്യസന്ധമായിട്ട് വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാം. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരില്ല. അതിപ്പോ നമുക്കാണെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിലും എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ഇരുകൂട്ടരും വളരെ ഓണസ്റ്റ് ആയിട്ട് ട്രാൻസ്പാരന്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വിൻ വിൻ സൊല്യൂഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റില്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആ 7 പോയിന്റുകളൊന്ന് വായിച്ചു നോക്കി. നിങ്ങൾ 7 പോയിന്റുകളൊന്ന് ജസ്റ്റ് വായിച്ചു കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം കേട്ടോ. ടിപ്സ് ഓഫ് റീച്ചിങ് എ വിൻ വിൻ സിറ്റുവേഷൻ. അതാണ് ടിപ്സ് ഓഫ് റീച്ചിങ് എ വിൻ വിൻ സിറ്റുവേഷൻ. ഒരു വിൻ വിൻ സിറ്റുവേഷനിലോട്ട് എത്താനുള്ള മറ്റു പല ടിപ്സുകളാണ് ഇനി നമ്മൾ പറയുന്നത്. ഇത്രയും നമ്മൾ സ്റ്റെപ്പുകൾ പറഞ്ഞു. അതിന് പുറമെ ഒരു വിൻ വിൻ സിറ്റുവേഷനിലോട്ട് എത്തിച്ചേരാനുള്ള മറ്റ് ടിപ്സുകൾ എന്തൊക്കെയാണ് കേട്ടോ നോക്കാം. When negotiating toward a win-win situation, here are a real tips that can help you reach a resolution. നമ്മളൊരു വിൻ-വിൻ സിറ്റുവേഷന് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ടിപ്സുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. 3 ടിപ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റേ കാം ആയിട്ട് ഇരിക്കുക. സെക്കൻഡ് വൺ, റിമെയിൻ പോസിറ്റീവ് ആയിട്ട് നിലനിൽക്കുക. തേർഡ് വൺ, ബി റെസ്പെക്ട്ഫുൾ, അതായത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സ്റ്റേ കാം, റിമെയിൻ പോസിറ്റീവ്, ബി റെസ്പെക്ട്ഫുൾ. ഓക്കെ, അപ്പൊ ഓരോന്ന് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റേ കാം ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അല്ലെ. അതായത് ദോ ദ പേഴ്സണൽ ഹോപ്പ് ഫോർ എ വിൻ ഈസ് സ്ട്രോങ്, ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു സ്റ്റേ കാം ആൻഡ് മേക്ക് ഷുവർ യുവർ ആക്ഷൻസ് വർക്ക് ടുവേർഡ് എ വിൻ ഫോർ ബോത്ത് സൈഡ്സ്. അല്ലെ,
ഇതിപ്പോ നമ്മള് ഈ പറയുന്ന ടിപ്പ് നെഗോഷിയേഷന്റെ കാര്യത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ടിപ്പുകൾ തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് നമുക്കൊരു പേഴ്സണൽ ഹോപ്പ് ഉണ്ട് അല്ലെ, ഒരു നെഗോഷിയേഷൻ നടത്തുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ഹോപ്പ് ഉണ്ട്, എന്തായാലും നമ്മൾ വിൻ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോപ്പ് നമുക്കുണ്ട്, പ്രതീക്ഷയുണ്ട്. എങ്കിലും എന്താണ്, എങ്കിലും അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ ഒരുപാട് എക്സാജറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു സ്റ്റേ കാം ആൻഡ് മേക്ക് ഷുവർ യുവർ ആക്ഷൻസ് വർക്ക് ടുവേർഡ് എ വിൻ ഫോർ ബോത്ത് സൈഡ്. പക്ഷെ നമ്മൾ എപ്പോഴും വളരെ സ്റ്റേ കാം ആയിട്ട് നമ്മൾ ഇരിക്കുക. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് അത് ഇരു കൂട്ടർക്കും വിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളെപ്പോഴും കാമായിട്ട് ഇരിക്കുക. കാമായിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ ആക്ഷൻസ് എന്ന് പറഞ്ഞാല് അത് രണ്ടു കൂട്ടർക്കും, ബോത്ത് സൈഡ്സിലും ഇരു കൂട്ടർക്കും അത് ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത് കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെന്താണ്, ഇഫ് ഇറ്റ്സ് ഹെൽപ്ഫുൾ, take a moment to breathe and collect your thoughts before responding to a proposed solution you find less than desirable. കേട്ടോ, അപ്പൊ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാര്യം നമ്മൾ സ്റ്റേ കാം ആയിട്ട് ഇരിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ടേക്ക് എ ഡീപ് ബ്രീത്ത് അല്ലെ, നമ്മളൊരു ഡീപ് ബ്രീത്ത് എടുക്കാം. അതുപോലെ നമ്മുടെ തോട്ട്സുകളെ, നമ്മുടെ ഇമോഷൻസിനെ എല്ലാം തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്കിപ്പോ ഡിസൈറബിൾ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യാം, നല്ലൊരു സൊല്യൂഷൻ നല്ല രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. ഓക്കെ, സ്റ്റേ കാം എന്നുള്ളത്. അപ്പൊ നമ്മള് രണ്ട് രീതിയിലും നമ്മൾ ചിന്തിക്കുക. നമ്മൾ വിൻ ചെയ്യും എന്നുള്ളൊരു സ്ട്രോങ് ഹോപ്പ് നമുക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റേ കാം ആയിട്ട് നമ്മൾ ഇരിക്കുക. ഇരു കൂട്ടർക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ആക്ഷൻസുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി അതുകൂടാതെ ഇപ്പൊ നമ്മൾക്ക് ഡിസേബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മൾ എപ്പോഴും കാമായിട്ട് ഇരുന്നു കൊണ്ട് നമ്മളൊരു ഡീപ് ബ്രീത്ത് എടുക്കാം, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ തോട്ട്സുകളെ കൺട്രോൾ ചെയ്യാം, എന്നിട്ട് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, റിമെയിൻ പോസിറ്റീവ്. പോസിറ്റീവ് ആയിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് കേട്ടോ. റിമെയിൻ പോസിറ്റീവ്, അതായത് പോസിറ്റീവ് ആയിട്ട് നിലകൊള്ളുന്നതാണ്. Though it's not always certain that you can get everything you want, remaining positive can remind you that there is often still a remedy that can benefit the both of you. അതായത് though it's not always certain that you can get everything you want. ഇപ്പൊ നമുക്ക് എന്താണ്, ഒരുപക്ഷെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ലഭിച്ചോന്ന് വരില്ല, അത് ഉറപ്പില്ല ലഭിക്കുന്നത്. പക്ഷെ എങ്കിലും കൂടിയും നമ്മൾ എന്താണ്, റിമെയിൻ പോസിറ്റീവ് ആയിട്ട് നമ്മൾ നിലനിൽക്കുക. അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നതിലൂടെ നമുക്കൊരു റെമഡി ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവും അല്ലെ. ഓഫൻ സ്റ്റിൽ എ റെമഡി, തീർച്ചയായിട്ടും ഇരു കൂട്ടർക്കും പ്രയോജനപ്പെടുന്ന ഒരു റെമഡി ഉണ്ട് എന്നുള്ള ആ ഒരു റിമൈൻഡ് ആണ് അത്. ശരിക്കും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. നമ്മളിപ്പോ എന്ത് കാര്യം മോശമായിട്ടുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കാതെ അതിന് നമ്മൾ പോസിറ്റീവ് കണ്ടെത്താനുള്ളതാണ്. അങ്ങനെ പോസിറ്റീവ് കണ്ടെത്തുന്നതിലൂടെ നമുക്ക് എന്താണ്, അതിനും ഒരു റെമഡി ഉണ്ട് എന്നുള്ള ആ ഒരു തോട്ടിലൂടെ നമ്മൾ മാറും അല്ലെ. ഓക്കെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്യാൻ ആൾസോ drive the atmosphere for the negotiation, helping the entire process take on a more positive note. കണ്ടോ, അപ്പൊ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് അത് നെഗോഷിയേഷന് കുറെ കൂടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ദ എൻറ്റയർ പ്രോസസ് ടേക്ക് ഓൺ എ മോർ പോസിറ്റീവ് ടോൺ. മൊത്തത്തിലുള്ള ആ നെഗോഷിയേഷൻ പ്രോസസ്സിനെ കുറെ കൂടുതൽ പോസിറ്റീവ് ടോണിലോട്ട് മാറ്റാനും അതിലൂടെ സാധിക്കും. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് can also drive the atmosphere for the negotiation. നെഗോഷിയേഷന്റെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അത് ക്രിയേറ്റ് ചെയ്യുക, ആൻഡ് ഹെൽപ്പിംഗ് ദ എൻറ്റയർ പ്രോസസ് ടേക്ക് ഓൺ എ മോർ പോസിറ്റീവ് ടോൺ. അതായത് മൊത്തത്തിലുള്ള നെഗോഷിയേഷൻ പ്രോസസ്സിനെ കുറെ കൂടുതൽ പോസിറ്റീവ് ടോണിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് be respectful. Be respectful. That means trying to keep in mind that the other side of a negotiation is trying to get what they think is fair. Be respectful of other people's opinion and request to help the negotiations run smoothly. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇരു കൂട്ടരും അവരവർക്ക് ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ശ്രമിക്കുക അല്ലെ. ഞാനാണെങ്കിലും
ഞാനൊരു ബയ്യറാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വെക്ടർ ആണെങ്കിലും ഇരു കൂട്ടർക്കും അവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലും നമ്മൾ എപ്പോഴും എന്താണ് പരസ്പരം ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതായത് അവര് പരസ്പരം നമ്മുടെ ടൈം, നമ്മുടെ ഒപ്പീനിയൻസ്, നമ്മുടെ റിക്വസ്റ്റിനെയൊക്കെ പരസ്പരം മാനിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുമല്ലോ, അതായത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. റെസ്പെക്ട് കൊടുക്കുക, തിരിച്ച് നമ്മൾ റെസ്പെക്ട് എടുക്കുക, അങ്ങനെയാണ് അല്ലെ? ആ ഒരു രീതിയിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടു കൂട്ടർക്ക് അവരവരുടേതായ ടൈം, അവരുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും, അവരുടേതായ റിക്വസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അതിനെയെല്ലാം തന്നെ എന്താണ് മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നെഗോഷിയേഷൻ നടത്തേണ്ടത് കേട്ടോ. ഇതൊക്കെ മറ്റു പല ടിപ്പുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. സ്റ്റേ കാം, റിമെയിൻ പോസിറ്റീവ് ആൻഡ് ബി റെസ്പെക്ട്ഫുൾ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അടുത്തതാണ് എന്ത്? പർച്ചേസ് ഓർഡർ. അടുത്തതാണ് പർച്ചേസ് ഓർഡർ കേട്ടോ. എന്താണ് പർച്ചേസ് ഓർഡർ? അപ്പൊ നമ്മള് ഡിപ്ലോമയ്ക്കകത്ത് മെറ്റീരിയൽ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് പർച്ചേസ് ഓർഡറിനെ പറ്റിയിട്ട് പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാം കേട്ടോ. ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? കുറച്ച് സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കണം കേട്ടോ, എന്നാലാണ് ആ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസ് ഓർഡർ കേട്ടോ. എന്താണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എ പർച്ചേസ് ഓർഡർ അഥവാ PO എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കി പറയുക കേട്ടോ. എ പർച്ചേസ് ഓർഡർ ഈസ് എ ഡോക്യുമെന്റ് എ ബയർ സെൻസ് ടു എ സെല്ലർ റിക്വസ്റ്റിംഗ് പർട്ടിക്കുലർ പ്രോഡക്ട്സ് ഓർ സർവീസസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് പർച്ചേസ് ഓർഡർ എന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് എ ബയർ സെൻസ് ടു എ സെല്ലർ റിക്വസ്റ്റിംഗ് പർട്ടിക്കുലർ പ്രോഡക്ട്സ് ഓർ സർവീസസ്. അതായത് ഒരു ബയ്യർ ഒരു ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റുകള്, സർവീസുകളെല്ലാം തന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സെല്ലർക്ക് സെൻഡ് ചെയ്യുന്ന ആ ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, പർച്ചേസ് ഓർഡർ ഇസ് എ ഡോക്യുമെന്റ് എ ബയ്യർ സെൻസ് ടു എ സെല്ലർ റിക്വസ്റ്റിംഗ് പെർട്ടിക്കുലർ പ്രോഡക്ട്സ് ഓർ സർവീസസ്. അതായത് ഒരു ബയ്യർ ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സെല്ലർക്ക് അയക്കുന്ന ആ ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ദ പർച്ചേസ് ഓർഡർ ഇസ് എ ലീഗലി ബൈൻഡിംഗ് കോൺട്രാക്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ബയർസ് ഇന്റൻഷൻ ടു പേ ഫോർ ദ ലിസ്റ്റഡ് ഐറ്റംസ് അറ്റ് ദ സ്പെസിഫൈഡ് പ്രൈസ്. അതായത് ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ കോൺട്രാക്ട് ആണ് കേട്ടോ. അതെപ്പോഴും ഓർത്ത് വയ്ക്കാം. ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നും അല്ല, അതൊരു ലീഗലി ബൈൻഡിംഗ് കോൺട്രാക്ട് ആണ്. ഒരു ലീഗൽ കോൺട്രാക്ട് ആണ്. കാര്യം എന്താണ്? ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ബയർസ് ഇന്റൻഷൻ ടു പേ ഫോർ ദ ലിസ്റ്റഡ് ഐറ്റംസ് അറ്റ് സ്പെസിഫൈഡ് പ്രൈസ്. അതായത് ഒരു നിശ്ചിത നിരക്കില് ഒരു ബയ്യർ അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസിൽ ഒരു നിശ്ചിത തുക കൊടുക്കാമെന്നുള്ള ആ ഒരു ഉറപ്പ് നൽകുന്ന ഒരു ലീഗൽ കോൺട്രാക്ട് ആണ് ഇത് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ബയ്യർ ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സെല്ലർക്ക് അയക്കുന്ന ഒരു കോൺട്രാക്ട്, ഒരു എന്താ പറയാ ഡോക്യുമെന്റ്, ദാറ്റ് ഈസ് കോൾഡ് എ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ കോൺട്രാക്ട് ആണ്, ലീഗലി ബൈൻഡിംഗ് ആണ്, ഒരു കോൺട്രാക്ട് ആണ്.
എന്തുകൊണ്ടാണ് ഒരു ലീഗൽ കോൺട്രാക്ട് എന്ന് പറയാൻ റീസൺ എന്താണെന്നറിയോ? ഒരു ബയ്യർ ഒരു നിശ്ചിത നിരക്കില് സാധനങ്ങളും സേവനങ്ങളും അവര് കൈപ്പറ്റുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു നിശ്ചിത പേ ചെയ്യാം, അല്ലെ, ഒരു നിശ്ചിത തുക കൊടുക്കാം എന്നുള്ള ഒരു ഇന്റൻഷൻ കൊടുക്കുക, അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ബൈൻഡിങ് കോൺട്രാക്ട് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് എഗ്രിമെന്റ് പ്രൊട്ടക്ട്സ് ദ സെല്ലർ in the event of non-payment. കണ്ടോ? അപ്പൊ ഇതൊരു ലീഗൽ കോൺട്രാക്ട് ആണ്. അതിപ്പോ ഒരു സെല്ലറിനെ സംബന്ധിച്ച് ഒരു സെല്ലറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ആർക്കാണ്? സെല്ലർക്ക്. ഓക്കെ, ബയ്യർ എന്നല്ല നമ്മൾ പറയുന്നത്, ഒരു സെല്ലർക്ക് അല്ലെങ്കിൽ ഒരു സപ്ലയർക്ക് ഒരു വെൻഡർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് ആണിത് ഈ പറയുന്ന പർച്ചേസ് ഓർഡർ. കാര്യം in the event of non-payment, ഏതെങ്കിലും കാരണവശാല് ഒരു സെല്ലർക്ക് അവർക്ക് പേയ്മെന്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവർ കൊടുത്ത സാധനങ്ങൾക്കും സേവനങ്ങൾക്കുള്ള ഒരു പേയ്മെന്റ് അവർക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്, സെല്ലർക്ക് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇത് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സെല്ലർക്ക് മാത്രമാണോ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, ബയ്യർക്ക് ഒരു പ്രൊട്ടക്ഷനും കൊടുക്കുന്നില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം, അല്ലെ? അത് നമുക്ക് നെക്സ്റ്റ് പറയാം കേട്ടോ. The seller can produce the purchase order as a proof of the request and agreed amount of that. അപ്പൊ ഒരു സെല്ലറെ സംബന്ധിച്ച് സെല്ലർക്ക് എന്ത് കൊടുക്കാം? ഈ ഒരു പർച്ചേസ് ഓർഡർ ഒരു പ്രൂഫ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. കാരണം എന്താണ്? എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ഒരു പേയ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? ആ പർച്ചേസ് ഓർഡർ ഒരു പ്രൂഫ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഒരു പ്രൂഫ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, അല്ലെ? സെല്ലർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. കാര്യം നമ്മൾ പറഞ്ഞു, ഒരു ബയ്യർ അവര് നിശ്ചിത നിരക്കില് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു പേയ്മെന്റ് കൊടുക്കാം എന്നുള്ളൊരു ഇന്റൻഷൻ നൽകുന്ന ഒന്നാണ് ലീഗൽ കോൺട്രാക്ട്, അല്ലെ, സോറി, ഈ ഒരു പർച്ചേസ് ഓർഡർ. സോ അത് സെല്ലർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. കാരണം ഇൻ കേസ് സെല്ലർക്ക് ഏതെങ്കിലും കാരണവശാല് അവർക്ക് പേയ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പർച്ചേസ് ഓർഡർ ഒരു എവിഡൻസ് ആയിട്ട്, ഒരു പ്രൂഫ് ആയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാം, സെല്ലർക്ക് സബ്മിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് അത് സെല്ലർക്ക് ഒരു എന്ത് കൊടുക്കുന്നു? ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് പാരഗ്രാഫ് പറയാണ് കേട്ടോ. ഇഫ് യു ആർ എ ബയ്യർ, നിങ്ങൾ ഒരു ബയ്യർ ആണെന്ന് വിചാരിക്കാം, നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന ആളാണെന്ന് വിചാരിക്കാം. യു ഷുഡ് റിക്വസ്റ്റ് എ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പർച്ചേസ് ഓർഡർ എന്നല്ല നമ്മൾ പറഞ്ഞത്, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇഫ് യു ആർ എ ബയ്യർ യു ഷുഡ് റിക്വസ്റ്റ് എ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ഫോർ ഈച്ച് ഓർഡർ ദാറ്റ് യു സബ്മിറ്റ്. ഇപ്പോ നിങ്ങൾ ഒരു ബയ്യർ ആണെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ എന്നെ വെച്ച് പറയാം, ഞാനൊരു ബയ്യറാണ്, ഞാൻ സാധനങ്ങൾ വാങ്ങുന്ന ആളാണ്. അപ്പൊ ഞാനൊരു വെൻഡറിന് പർച്ചേസ് ഓർഡർ കൊടുക്കുകയാണ്. പർച്ചേസ് ഓർഡർ കൊടുത്ത് ആ വെൻഡർ അത് കൈപ്പറ്റി കഴിഞ്ഞാല് വെൻഡർ എന്ത് ചെയ്യണമെന്നറിയോ? വെൻഡർ ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എനിക്ക് തിരിച്ചു തരണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ബയ്യർ എന്നുള്ള രീതിയിൽ ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ അവർക്കെടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അതായത് ഞാൻ കൊടുത്ത പർച്ചേസ് ഓർഡർ അവര് കൈപ്പറ്റിയിട്ടുണ്ട്, അവരതിന് ഓക്കെ ആണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കൺഫർമേഷൻ, അവരിൽ നിന്നും ലഭിക്കുന്ന ഒരു കൺഫർമേഷൻ ഞാൻ എന്ത് ചെയ്യണം? അവരോട് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ കൊടുക്കുന്ന ഓരോ ഐറ്റത്തിനും ഞാൻ ഓർഡർ കൊടുക്കുന്ന, സബ്മിറ്റ് ചെയ്യുന്ന ഓരോ ഓർഡറിനും ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ഞാൻ എന്ത് ചെയ്യണം? റിക്വസ്റ്റ് ചെയ്യണം. അതാണ് നമുക്ക് പ്രൊട്ടക്ട് തരുന്നത്. ഒരു ബയ്യർക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് എന്താണ്? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആണ്. അപ്പൊ മനസ്സിലായ വ്യത്യാസം? ഒരു സെല്ലർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പർച്ചേസ് ഓർഡർ ആണെങ്കിൽ, ഒരു ബയ്യറെ സംബന്ധിച്ച് ബയ്യർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്താണ്? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആണ്. മാറിപ്പോകരുത് കേട്ടോ, ഒരു വാക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നോക്കുക, this confirmation indicates that the seller has received and accepted the order. ആ ഒരു കൺഫർമേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെല്ലർ ആ ഒരു പർച്ചേസ് ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ടെന്നും അവർ ആ ഓർഡർ സ്വീകരിച്ചിട്ടുണ്ട്, കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ ആണ് നമുക്ക് അതിന്റെ ലഭിക്കുന്നത്. The purchase order confirmation gives the buyer protection if the seller fails to produce the items as ordered or changes a different sum than what's included on the purchase order. കേട്ടോ, ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആണ് ഒരു ബയ്യർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. കാര്യം എന്താണ്? സെല്ലർക്ക് ഏതെങ്കിലും കാരണവശാല് പറഞ്ഞ സമയത്ത് പറഞ്ഞ തുകയ്ക്ക് സാധനങ്ങൾ സേവനങ്ങൾ തരുന്നതിന് ഒരു സെല്ലർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബയ്യർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്താണ്? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആണ്. കാര്യം എന്താണ്? ആ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ലീഗലി അത് മുന്നോട്ട് പോകാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്?
അത് മനസ്സിലാക്കുക കേട്ടോ. സെല്ലർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പർച്ചേസ് ഓർഡർ ആണെങ്കിൽ ഒരു ബയ്യർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പർച്ചേസ് ഓർഡർ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സുകൾ ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എത്രയും താങ്കളൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.